വർക്കലയിൽ വീട്ടമ്മയെ വീടു കയറി ക്രൂരമായി ആക്രമിച്ച സ്വകാര്യ ബാങ്ക് ജീവനക്കാർ. വർക്കല നടയറ കുന്നിൻ പുത്തൻ വീട്ടിൽ സുബിനയ്ക്കാണ് മർദ്ദനമേറ്റത്. കിടപ്പ് രോഗിയായ സുബിനയുടെ മാതാവിനെയും ആക്രമിച്ചെന്ന് വർക്കല പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. സുബീനയെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് സുബിനയെ വീട് കയറി ബാങ്ക് ജീവനക്കാർ മർദ്ദിച്ചത്. ആറ്റിങ്ങലിൽ പ്രവർത്തിക്കുന്ന പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും സുബിന 45,000 രൂപ ലോൺ എടുത്തിരുന്നു. മാസം തോറുമുള്ള തിരിച്ചടവ് തുകയായ 2,200 രൂപ അടയ്ക്കുന്നതിന് ഒരു ദിവസം വൈകിയതിനായിരുന്നു ബാങ്ക് ജീവനക്കാർ വീട്ടിൽ അതിക്രമിച്ചു കയറി സുബിനയെ ക്രൂരമായി മർദ്ദിച്ചത്. ഇന്നലെ 25-ാം തീയതി അടയ്ക്കാനുള്ള കളക്ഷൻ ഇന്ന് 26-ാം തീയതി ഒരൊറ്റ ദിവസം വൈകിയതിന്റെ പേരിൽ മാത്രമാണ് അവർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആദ്യം 2 ബാങ്ക് ജീവനക്കാരാണ് വീട്ടിലെത്തി പണം ആവശ്യപ്പെട്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സുബിന തിരിച്ചടവിന് അല്പം സാവകാശം ചോദിച്ചതാണ് ജീവനക്കാരെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് ഇവർ തിരികെ പോവുകയും പിന്നീട് 2 സ്ത്രീകൾ ഉൾപ്പെടെ 5 പേരായി സുബിനയുടെ വീട്ടിലെത്തിയായിരുന്നു ആക്രമണം. കിടപ്പ് രോഗിയായ സുബിനയുടെ മാതാവിനെയും ആക്രമിച്ചെന്ന് വർക്കല പോലീസ് നൽകിയ പരാതിയിൽ സുബിന പറയുന്നു. രാവിലെ മൈക്രോ ഫിനാൻസുകാരും മഹിളയാറുകാരും എന്നെ വിളിച്ച് ഞാൻ അവരുടെ അടുത്ത് ഒരാഴ്ചത്തെ സമയം സാവകാശം ചോദിച്ച് 2 പേര് വീട്ടിൽ വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് 60 വയസ്സായ എൻ്റെ തള്ളയെ അടിച്ച് എൻ്റെ മുടിക്കണ്ടയിലൊക്കെ പിടിച്ച് മൊത്തം രീതിക്ക് എന്നെ ഇനി ചെയ്യാനായിട്ടൊരു വേലയില്ല. എൻ്റെ ഡ്രസ്സുകൾ മൊത്തം അവർ കീറി നശിപ്പിച്ച്. ഞാൻ 2,200 രൂപയ്ക്ക് 7 ദിവസത്തെ അവധി മാത്രമേ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ. 5 അംഗ സംഘം നടത്തിയ ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലകൾ അടക്കം പാറക്കഷ്ണം ഉപയോഗിച്ച് തകർത്തു. സുബിനയെ ക്രൂരമായി മർദ്ദിച്ചെന്നും വസ്ത്രങ്ങൾ വലിച്ചു കീറിയെന്നും പറയുന്നു. ബാങ്ക് ജീവനക്കാരായ ചന്ദ്രജിത്ത്, ആഷിഖ്, സോദി എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് മർദ്ദിച്ചതെന്ന് സുബിന പറയുന്നു. ബാങ്ക് ജീവനക്കാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ സുബിന വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണത്തിൽ ഇവരുടെ കൈവിരലുകൾക്ക് പൊട്ടലും സംഭവിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.